ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. റെക്കോർഡുകൾ കടപുഴകിയ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിക്ക് തകർപ്പൻ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയ. കഴിഞ്ഞ ദിവസം നടന്ന ഗ്രൂപ്പ് ബിയിലെ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെതിരെ 15 പന്തുകൾ ശേഷിക്കെ 5 വിക്കറ്റിന് കൂറ്റൻ ജയം തന്നെയാണ് ഓസ്ട്രേലിയ ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ളത്. ആദ്യം ബാറ്റ് ഇംഗ്ലണ്ട് നിശ്ചിത ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 351 റൺസ് എന്ന കൂറ്റൻ സ്കോർ. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഒരു ടീം നേടുന്ന ഏറ്റവും ഉയർന്ന ടീം ടോട്ടലാണ് 351 എന്ന് പറയുന്നത്. സോ അത്ര ചേസിങ് എളുപ്പമല്ലായിരുന്നിട്ട് പോലും ലാഹോർല സ്റ്റേഡിയത്തിൽ 47.3 ഓവറിൽ 5 വിക്കറ്റുകൾ മാത്രം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയ ആ ഒരു ചേസിങ് വളരെ ഗംഭീരമായി തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതോടുകൂടി 2 റെക്കോർഡുകളാണ് ഒരു മത്സരത്തിൽ തന്നെ പറഞ്ഞത്. ചാമ്പ്യൻസ് ട്രോഫിയിലെ ഏറ്റവും ഉയർന്ന ടീം ടോട്ടൽ, എന്നാൽ രണ്ടാം ഇന്നിങ്സിൽ ആ ടീം ടോട്ടലിനെ ചേസ് ചെയ്ത് ജയിക്കുന്ന ടീം എന്ന റെക്കോർഡും ഓസ്ട്രേലിയക്ക് ഇപ്പോൾ സ്വന്തമായിട്ടുണ്ട്. സോ അങ്ങനെ 15 പന്തുകൾ ശേഷിക്കെ 5 വിക്കറ്റിന് തകർപ്പൻ ജയത്തോടു കൂടി തന്നെയാണ് ഓസ്ട്രേലിയ ചാമ്പ്യൻസ് ട്രോഫിക്ക് വരവറിയിച്ചിട്ടുള്ളത്. ആദ്യം ബാറ്റ് ഇംഗ്ലണ്ടിന് വേണ്ടി ബെൻ ഡക്കറ്റ് 143 മുതൽ 165 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു പ്ലെയർ നേടുന്ന ഏറ്റവും ഉയർന്ന ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോറാണ് ബെൻ ഡക്കറ്റ് കഴിഞ്ഞ ദിവസം കുറിച്ചത്. ജോ റൂട്ട് 68, ജോസ് ബട്ട്ലർ 23 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. ഓസ്ട്രേലിയക്ക് വേണ്ടി ബെൻ ഡോർഷ്യസ് 3, മാർണസ് ലബൂഷൻ, ആദം സാംബ എന്നിവർ 2 വിക്കറ്റ് വീതം നേടിയിട്ടുണ്ടായിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി ജോഷ് ഇംഗ്ലിസ് പുറത്താവാതെ തൻ്റെ സെഞ്ചുറി നേടിയിട്ടുണ്ടായിരുന്നു. 86 പന്തുകൾ നേരിട്ടാൽ 120 റൺസ് എടുത്താണ് പുറത്താവാതെ നിന്നത്. അലക്സ് ക്യാരി 69, മാറ്റ് ഷോട്ട് 63 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിന് വേണ്ടി ലിയാം ലിവിങ്സ്റ്റൺ, ആദിൽ റഷീദ്, ബ്രൈഡൻ കാഴ്സ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് റെക്കോർഡുകളാണ് കഴിഞ്ഞ മത്സരത്തിൽ പിറന്നത്. ഏറ്റവും ഉയർന്ന ടീം ടോട്ടലായിരുന്നു ആദ്യ ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് നേടിയെടുത്തതെങ്കിൽ മറുപടി ബാറ്റിങ്ങിൽ ആ ടീം ടോട്ടലിനെ ചേസ് ചെയ്ത് ജയിക്കുന്ന ടീം എന്ന റെക്കോർഡ് ഓസ്ട്രേലിയ സ്വന്തമാക്കി. അതോടൊപ്പം തന്നെ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിന് വേണ്ടി സെഞ്ചുറി നേടിയ ബെൻ ഡക്കറ്റ് 165 റൺസാണ് ഡക്കറ്റ് നേടിയത്. സോ ചാമ്പ്യൻസ് ട്രോഫി ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ ഒരു മത്സരത്തിൽ ഒരു പ്ലെയർ നേടുന്ന ഏറ്റവും ഹയസ്റ്റ് ഇൻഡിവിജ്വൽ സ്കോറാണ് 165 റൺസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ കടപുഴക്കിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഓസ്ട്രേലിയ വേഴ്സസ് ഇംഗ്ലണ്ട് പോരാട്ടം. അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയിൽ തകർപ്പൻ ജയത്തോടു കൂടി തുടങ്ങിയിരിക്കുകയാണ് കങ്കാരുപ്പട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.